നമസ്കാരം സർ. നമസ്തേ. ഈ കോൺഗ്രസിൻ്റെ ഭാവി വലിയ ആശങ്കയിലായിരിക്കുകയാണ് വീണ്ടും. സത്യത്തിൽ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ 4ാം വർഷം കോൺഗ്രസിന് പ്രതീക്ഷ നൽകിയ ഒരു കാലമാണ്. ഈ കടുത്ത ഭരണവിരുദ്ധ തരംഗത്തിൽ കോൺഗ്രസ് വീണ്ടും UDF വീണ്ടും അധികാരത്തിൽ വന്നേക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. ആദ്യം അവർ നേരിട്ട ചോദ്യം കോൺഗ്രസിലെ ഗ്രൂപ്പീസായിരുന്നു. ഒരു മുഖ്യമന്ത്രിക്ക് പകരം 5-6 മുഖ്യമന്ത്രിമാരുടെ പേര് പറഞ്ഞിരുന്നൊരു കാലമുണ്ട്, 6 മാസം മുമ്പ് വരെയുള്ളൊരു കാലം. അതിനെ പക്ഷേ അതിജീവിച്ചുകൊണ്ട് VD സതീശൻ ഒരു മേൽക്കൈ നേടിയൊരു കാലം ഉണ്ടായി ഇടക്കാലത്ത്. നിലമ്പൂർ ഇലക്ഷൻ തൊട്ട് ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ നടപടി എടുക്കുന്നത് വരെ എടുത്തു കഴിഞ്ഞപ്പോൾ ചിത്രം മാറുകയാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അതുവരെ നിന്ന എല്ലാ ഗ്രൂപ്പുകളും മറ നീക്കി പുറത്തു വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ VD സതീശനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ സജീവമായി വരുന്നു. കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും പുനഃസംഘടന തെളിയിക്കുന്നത് പഴയ AI ഗ്രൂപ്പുകളെയും VD സതീശൻ്റെ മുന്നേറ്റത്തെയും ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അണിയറയിൽ സമർത്ഥമായി കളിച്ചുകൊണ്ടിരുന്ന KC വേണുഗോപാൽ സർവശക്തിയും ആർജിച്ച് കേരള രാഷ്ട്രീയം കൈയടക്കുന്നു എന്നാണ്. കോൺഗ്രസിൻ്റെ സകല മർമ്മങ്ങളും അറിയാവുന്ന, അല്ലെങ്കിൽ സകല പൾസ് അറിയാവുന്ന ഒരു സ്ഥലം ഈ കോട്ടയമാണ്. അതെ, ആര് അടുത്ത അധികാരത്തിൽ വരുമെന്നും ആര് പുറത്താകുമെന്നും ഒക്കെ തീരുമാനിക്കാൻ ഒരു കോട്ടയത്തുകാരൻ്റെ പൾസ് മതി. അത് തീർച്ചയായിട്ടും. അങ്ങനെ കാണുന്നു ഈ പുതിയ കോൺഗ്രസിനെ? ഞാനിപ്പോൾ കോട്ടയത്തുകാരനായതുകൊണ്ട് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നത് ചാണ്ടി ഉമ്മൻ്റെ രണ്ടാം തിരുമുറിവാണ്. രണ്ടാം തിരുമുറിവ് നമുക്കത് വെച്ച് തുടങ്ങാം. യെസ്. ആദ്യത്തെ തിരുമുറിവ് എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ജനകീയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി, പുതുപ്പള്ളിക്കാരനായിട്ട് ഉമ്മൻചാണ്ടി, അത് കോട്ടയത്തിൻ്റെ ഭാഗമാണ്. ആ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ, ഓർമ്മ വാർഷികം എന്നാണ് അതിന് പറയുന്നത് അവർ. ആ ഓർമ്മ വാർഷികത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് ചാണ്ടി ഉമ്മനെ പുറത്താക്കി. അദ്ദേഹം അറിഞ്ഞില്ല, അദ്ദേഹത്തോട് പറഞ്ഞില്ല, മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അതറിയുന്നത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തും കോൺഗ്രസിൽ വളരെ സജീവമായിരുന്ന ആളും ഒരു പക്ഷേ അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി തീരുമെന്ന് പൊതുവെ ജനങ്ങളും മാധ്യമങ്ങളും അദ്ദേഹം തന്നെയും ചാണ്ടി ഉമ്മൻ തന്നെയും വിശ്വസിച്ചിരുന്ന അബിൻ വർക്കിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾക്കിടയാക്കിയെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രി ഈ ചാണ്ടി ഉമ്മൻ ഉറങ്ങിയിട്ടില്ല, ഉറക്കം കൂടി നഷ്ടപ്പെടുത്തി. ഇനി വരാൻ പോകുന്നത് ഒരു പക്ഷേ കോൺഗ്രസിന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. അതൊരു സൂചനയാണല്ലേ? അതെ. ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണിയായ മറിയം ഉമ്മൻ, എന്താടാ നിൻ്റെ മുഖം ക്ഷീണിച്ചിരിക്കുന്നതെന്ന് ചാണ്ടി ഉമ്മനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ് കാര്യമെന്ന് തുറന്നു പറഞ്ഞു. കുടുംബം നല്ല ബന്ധമാണ്, ആ കുടുംബം ചെറിയ കുടുംബമാണ് ഉൾപ്പെടെ. അപ്പോൾ മറിയം ഉമ്മൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രനായ ചാണ്ടി ഉമ്മനെ ഇങ്ങനെ ഒതുക്കാൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം മരിച്ച ശേഷം നടക്കുമ്പോൾ. യെസ്, രണ്ടാം തിരുമുറിവ് തന്നെയാണത്. മറിയാമ്മച്ചേട്ടത്തിയെ ഞാൻ ഞെട്ടലോടെ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം, ഓർമ്മ പെരുന്നാളല്ല, ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുസ്തകം ജോൺ മുണ്ടക്കയം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കുന്ന വേദിയിൽ സാർ ഓർക്കുന്നുണ്ടാവും, പൊട്ടിത്തെറിച്ച് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ വേദിയിലിരുത്തിക്കൊണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മൻചാണ്ടി ദൈവമാണ്, പക്ഷെ ഉമ്മൻചാണ്ടി കണ്ണീരോടെ ഉറക്കം നഷ്ടപ്പെട്ട നാളുകളിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ കണ്ണീര് കുടിപ്പിച്ച നാളുകളിൽ ആരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ? അതാണ് ഒന്നാം മുറിവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ അതേ മുറിവ് കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ മോന് കിട്ടുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ഒരു മുറിവേ കിട്ടിയുള്ളൂ. മറ്റേ മുറിവെന്ന് പറയുന്നത് പ്രതിപക്ഷ ആരോപണത്തോടുന്ന സരിതാ നായരുടെ കേസിൽ മുറിവാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആ പ്രതിസന്ധിയിൽ ആരും ഉണ്ടായില്ല, നിൽക്കാൻ നോക്കിയില്ല. സാറി പറഞ്ഞ പോലെ മലയാള മനോരമയായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മലയാള മനോരമയുടെ ഫ്ലീറ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് കോട്ടയത്ത് ഫ്ലീറ്റ് സ്ട്രീറ്റിലാണല്ലോ മനോരമ നിൽക്കുന്നത്. ആ പത്രം അവിടെ വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി. ബാലജനസഖ്യത്തിലൂടെ വളർന്നു വന്ന ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു പത്രവുമാണ് ഈ മലയാള മനോരമ. ഓർത്തഡോക്സ് സഭയുടെ ആളാണ്. അങ്ങനെയുള്ള ഒരു വലിയൊരു ബന്ധവും കൂടിയുണ്ട്. അതുപോലെ തന്നെ മനോരമയിലുള്ള പത്രപ്രവർത്തകരെല്ലാം, ഞാനും മനോരമയിലുണ്ടായിരുന്നു അന്ന്, AK ആൻ്റണിയുമായിട്ട് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. AK ആൻ്റണിയാണ് ഒരു കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുന്നത് എന്നോടാണ്, ഞാൻ ബ്യൂറോയിലിരുന്നുകൊണ്ട്. അത്തരം ഒരു നാഭീനാള ബന്ധം മലയാള മനോരമയും കോൺഗ്രസ് തമ്മിലുണ്ട്, എല്ലാവർക്കും പരക്കെ അറിയാവുന്ന. അപ്പോൾ
ഈ മലയാള മനോരമയുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് ജോൺ മുണ്ടക്കയവുമായിട്ടുമുണ്ട്. ജോൺ മുണ്ടക്കയവും ഉമ്മൻചാണ്ടി തമ്മിലുള്ള ബന്ധവും വളരെ ആഴത്തിലുള്ള ഒരു തരത്തിലേക്ക് ഈ ടോക്കിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്താൽ മനോരമയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന് പുതിയ കാലത്ത് എന്ത് തരത്തിൽ ഇടിച്ചിൽ വന്നിട്ടുണ്ടോ? ഇടിച്ചിൽ വന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. ചാണ്ടി ഉമ്മനെ തിരസ്കരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെല്ലെ 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 അദ്ദേഹത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഗ്രൂപ്പിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറ് നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, വി ഡി സതീശനും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം കൂടെ ചേർന്ന യുവതുർക്കുകളുടെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു യൂത്ത് ബ്രിഗേഡ് വളരെ ശക്തമായിട്ട് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് ഒരു ഊർജ്ജം, എനർജി, ഒരു സിനർജി അവർ സൃഷ്ടിച്ചിരുന്നു. അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളോട് കൂടി അതെല്ലാം അസ്തമിച്ച് കഴിഞ്ഞ് അത് അടപടലം പോയിരിക്കുന്നു. ഇപ്പം രംഗത്ത് ശക്തമായിട്ട് വരുന്നത് KC വേണുഗോപാലാണ്. പണ്ട് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ K കരുണാകരനായിരുന്നു. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ കേരള തീരുമാനങ്ങളെല്ലാം K കരുണാകരനെ ആസ്പദമാക്കി നടന്നിരുന്നു. പിൽക്കാലത്ത് അത് AK ആൻ്റണിയായി. ഇപ്പോൾ ഇതെല്ലാം തീരുമാനിക്കുന്നത് KC വേണുഗോപാലാണ്. കേരളത്തിൻ്റെ കാര്യങ്ങളെല്ലാം സുധാകരനെ മാറ്റിയിട്ട് അവിടെ സണ്ണി ജോസഫിനെ ആക്കിയതും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അബിൻ വർക്കി ആവണ്ട എന്ന് തീരുമാനിച്ചതും എല്ലാം അദ്ദേഹം തന്നെ. സർവ്വ തീരുമാനങ്ങളും അദ്ദേഹത്തിന്. ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് മാറ്റാനും ഇദ്ദേഹത്തിൻ്റെ കൈകളുണ്ടാവാം. അപ്പോൾ ആ ഉമ്മൻചാണ്ടി ഫാക്ടർ അതിനെ ഇല്ലാതാക്കുക എന്താണ് ലക്ഷ്യം? അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെ ഇല്ലാതാക്കാനുള്ള വ്യക്തിവിരോധമല്ല, മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ അടിവെച്ചുള്ള കയറ്റമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരിൽ, ഊർജം സൃഷ്ടിക്കുന്നവരിൽ മുറിവുണ്ടാക്കിക്കൊണ്ട് അത് സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. ജനവിരുദ്ധ വികാരമുണ്ട്. ആരും പിണറായി വിജയൻ മൂന്നാമതൊരു ഊഴത്തിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പണ്ട് മാത്യു ആർണോൾഡ് പറഞ്ഞതുപോലെ തന്നെ ഡിവൈഡഡ് ബിറ്റ്വീൻ 2 വേർഡ്സ്, വൺ നോട്ട് ബോൺ ആൻഡ് വൺ ഡെഡ് ആൻഡ് ദി അതർ പവർലെസ് ടു ബി ബോൺ. അതുപോലെ പവർലെസ് ടു ബി ബോൺ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത്. ആ യൂത്ത് ബ്രിഗേഡ് പോയി കഴിഞ്ഞു, ഇറ്റ് ഇസ് ഡെഡ്. ആ ഒരു അങ്ങനെ വരുമ്പോൾ എത്ര ജനവിരുദ്ധനാണെങ്കിലും ആ ആൾ തന്നെ ജയിച്ചു വരും. കാരണം ഇവിടെ ഒരു പ്രതിരോധമില്ലാത്തടത്ത് ആരാ ജയിക്കുക? യുദ്ധത്തിലാണെങ്കിലും പ്രതിരോധമില്ലെങ്കിൽ ഈസി ആയിട്ട് ദുർബലനായിട്ടുള്ള രാജാവിന് ആ രാജ്യം കൈയടക്കാൻ കഴിയും. നെഗറ്റീവ് വോട്ട് കൊണ്ട് ജയിച്ചു വന്നു. എക്സാക്ട്ലി. മനോരമയ്ക്ക് അകത്തുണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ഹൈലി പ്രൊഫഷണലായ ഒരു പത്രമായിരിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും മനോരമയ്ക്ക് അതിൻ്റെ ആത്മാവായി വർത്തിക്കുന്ന ഒരു സാമുദായിക സമവാക്യം കൂടി ഉണ്ടല്ലോ. ഉമ്മൻചാണ്ടി കുടുംബത്തെ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തലപ്പത്ത് മൊത്തത്തിൽ സണ്ണി ജോസഫിനെ എന്ന ഒരു സാധുവിനെ KPCC പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്നു എന്നത് ഒഴിച്ചാൽ കോൺഗ്രസിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ സ്വാധീനം നഷ്ടപ്പെടുന്നു എന്ന ഭയം കൂടി മനോരമയ്ക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും, 100% ഉണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയ്ക്ക് പഴയതുപോലൊരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല. സാഹചര്യങ്ങൾ മാറിപ്പോയി. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്ന ഒരു സോഷ്യൽ മീഡിയം തന്നെ മലയാള മനോരമ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള മാധ്യമം എന്ന് പറയുന്ന ആ സർക്കുലേഷനേക്കാളും മുകളിലാണ്. അങ്ങനെ ഒരു ഇക്കോ സിസ്റ്റമാണ് ഇപ്പം മാധ്യമരംഗത്ത് വന്നിരിക്കുന്നത്. കൗണ്ട് മീഡിയ ഒക്കെ കൂടെ ചേർന്നിട്ടുണ്ടാക്കി മനോരമയുടെ സർക്കുലേഷൻ വളരെ താഴോട്ട് പോയിട്ടുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ട് പത്രം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ അവിടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ എനിക്കല്ല അവിടെ പത്രം ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫ്രീ ആയിട്ടുള്ള പത്രം ഇട്ടുകൊണ്ട് സർക്കുലേഷൻ കൂട്ടുന്ന ഒരവസ്ഥ പണ്ടേ ഉണ്ടായിരുന്നു. അവർ ചെയ്തിരുന്നു. ബിസിനസ് താരിഫ് കൂടുമല്ലോ, പരസ്യത്തിൻ്റെ താരിഫ് കൂട്ടി കിട്ടാൻ വേണ്ടി. അതിപ്പോഴും തുടർന്നിട്ടും മനോരമയ്ക്ക് പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ട് മനോരമ പറഞ്ഞിരുന്ന കേന്ദ്രത്തിലെ കോൺഗ്രസ് ഭരണം കെടുങ്ങും, അവർ അതുപോലെ നടത്തി കൊടുക്കും. ആ ഒരു ഇൻഫ്ലുവൻസ് 2 കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല. BJP ഭരിക്കുന്നത്, അവരവരുടെ പ്രൊഫഷണലിസം, അവരും പ്രൊഫഷണലാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പത്രം പറയുന്നത് കേട്ട് അവർ നടപ്പാക്കത്തില്ല. മനോരമയും പ്രൊഫഷണലാണ്. പക്ഷേ ജനങ്ങളിപ്പോൾ പത്രം വായിക്കാറില്ല സാറേ. നമ്മൾ സാറിനറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ ആകെപ്പാടെ സ്റ്റാൻഡിലും നമ്മൾ കാണുന്നത് പത്രം മാധ്യമം മാത്രമാണ്. മറ്റെല്ലാ പത്രങ്ങളും ഇല്ലാതായി. ഇവിടുത്തെ റെയിൽവേ സ്റ്റാൻഡുകളിൽ പത്രമുണ്ടോ? അപ്പോൾ ഇത് വായനക്കാരുടെ എണ്ണം വളരെയധികം. എല്ലാവരും ഇപ്പോൾ ഇൻ്റർനെറ്റ് റീഡിങ്ങേ നടത്താറുള്ളൂ, പത്രങ്ങൾക്ക് ആവശ്യക്കാരില്ല എന്ന് പറയുമ്പോൾ മനോരമയ്ക്ക് എന്താ ഇൻഫ്ലുവൻസ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അതിന് സർക്കുലേഷൻ ഉള്ളതുകൊണ്ടാണ്. നമ്പർ 1 പത്രമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രമായിരുന്നു അത്.
പക്ഷേ ഈ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലേ, സർക്കുലേഷൻ നഷ്ടപ്പെട്ടപ്പോൾ. തീർച്ചയായും ഞാൻ ഒരു ജാതി സമവാക്യം ഈ മലയാളിയുടെ കയ്യിൽ മലയാളി ആവശ്യമില്ല എന്ന് വിചാരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ തികട്ടി വരുന്നൊരു ചോദ്യം പിന്നെയും പിന്നെയും അതാണ്. കരുണാകരൻ ഒരു ഭാഗത്തും ആന്റണിയെ മറുവശത്ത് മുന്നിൽ നിർത്തിക്കൊണ്ട് OC ഉമ്മൻചാണ്ടി നയിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നല്ലോ യഥാർത്ഥത്തിൽ. A4O ആയിരുന്നല്ലോ. അതെ അതെ അതെ. ആന്റണി അദ്ദേഹത്തെയും കുടുംബത്തെയും അല്ലാതെ ആരെയും കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഉമ്മൻചാണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരെ പാർട്ടിയോട് ചേർത്ത് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആന്റണിയെ ഉമ്മൻചാണ്ടി ഒരു ഭാഗത്ത് നിർത്തുമ്പോഴും അപ്പുറത്ത് കരുണാകരൻ കീപ്പ് ചെയ്തിരുന്ന ഒരു ബാലൻസ് ഉണ്ട്. അപ്പൊ ഒരു കാലത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ Aയും Iയും ആയിരുന്ന അങ്ങനെയാണ്. അതെ അതെ. പക്ഷെ ഇന്നിപ്പോ തത്തുല്യമായ സ്തംഭങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ തോന്നുമ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ പേരുകൾ ഇപ്പോൾ വലിയ പ്രാമാണ്യം നേടി നിൽക്കുന്നത് KC വേണുഗോപാലാണ്. അപ്പുറത്ത് അദ്ദേഹത്തോട് മത്സരിക്കാൻ നിൽക്കുന്ന ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, വേറൊന്ന് VD സതീശനാണ്. സാറേ, ഈ പേരുകളൊക്കെ പരതി നോക്കുമ്പോൾ ഒരു ജാതിയിൽ ചെന്ന് നിൽക്കുന്നുണ്ടല്ലോ. കേരളത്തിന്റെ ഒരു ഡെമോഗ്രാഫിയെ ഈ ഒരു കാലത്ത് വളരെ ബാലൻസ്ഡ് ആയിട്ട് സമീപിച്ചിരുന്ന ഒരു UDF പൊളിറ്റിക്സിന് ആത്യന്തികമായിട്ട് എന്താണ് ഈ ഒരു ബാലൻസ് തെറ്റുമ്പോൾ സംഭവിക്കുന്നത്? സാറേ, ഇപ്പം ജാതിഘടന സാധല്ല, അതിലേക്കല്ലേ പോകുന്നത്. പവറിൻ്റെ ഇക്വേഷൻസ് ആകെ മാറി, അതിൻ്റെ സമവാക്യങ്ങളാകെ മാറി സാറേ. അതായത് ഇപ്പോൾ വന്നിരിക്കുന്നത് AIയും തമ്മിലായിരുന്നല്ലോ വലിയ കടുത്ത ശത്രുത, വലിയ വാശിയേറിയപ്പോൾ. പക്ഷേ Aയും Iയും കൂടെ ഒത്തു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ചാണ്ടി ഉമ്മനും ഒരേ ലൈനിലാണ്, ഒരേ വശത്താണ് നിൽക്കുന്നവരെ. എതിർക്കുന്നത് മറുവശത്ത് നിൽക്കുന്ന KC വേണുഗോപാൽ. ആ ഒരു ഇക്വേഷൻ സമവാക്യം എല്ലാവരും ചേർന്ന് KCയെ നേരിടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല, KC ഈസ് മോർ പവർഫുൾ. കാരണം ഹൈക്കമാൻഡിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈസ് ഫാർ മോർ പവർഫുൾ. എന്താണെന്ന് വെച്ചാൽ ഈ ഹൈക്കമാൻഡിന്റെ പവറാണ് എന്നും കേരളത്തിലെ പവർ. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഈ നമ്മുടെ ലീഡറുടെ കയ്യിലായിരുന്ന കാലത്ത്, കയ്യിൽ മീൻസ് ഇന്ദിരാഗാന്ധി ലീഡർക്ക് സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് കരുണാകരനായിരുന്നു പവർഫുൾ. സോണിയാഗാന്ധിയിൽ ആന്റണിക്ക് പവർ ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു പവർ തീർച്ചയായിട്ടും അത് കിട്ടിയിരുന്നു. ഇപ്പോ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയിൽ അതെ KC വേണുഗോപാലിനുള്ള സ്വാധീനം. KC വേണുഗോപാലിനാണ് സ്വാധീനം. അദ്ദേഹം പറയുന്നതാണ് അവിടെ കേൾക്കുന്നത്, അദ്ദേഹം പറയുന്ന പ്രകാരമാണ് മാറ്റങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, പിന്നെ ഏറ്റവും ഒടുവിലത്തെ കാര്യം, ചാണ്ടി ഉമ്മനെ ഈ കാര്യത്തിൽ ചിലപ്പോൾ കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹം സ്വയം ഒരു എക്സിറ്റ് പൊഴിഞ്ഞുപോയി. അതുപോലെ ഇത് പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അതൃപ്തി എബിൻ വർക്കി എന്നാണ് ഉച്ചരിക്കുന്നത് അല്ലേ, എബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കാത്തതിൽ ഉള്ള നീരസം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചു. അത് എബിൻ വർക്കി തന്നെ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുറ്റം എന്ന് ചോദിക്കണ്ടേ. ജാതി അത് ഞാൻ പറയുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൽ നിന്ന് ഈ ചോദ്യം ഇപ്പോഴും വരുന്നുണ്ട്. ഈ ഒരു സാമുദായിക സമവാക്യം തെറ്റുന്നു എന്നുള്ള ഇത് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. മനോരമയിലുണ്ടായിരുന്ന ഒരാൾ കോട്ടയത്തുകാരനായ ആള് എന്ന നിലയിൽ എനിക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, രണ്ട് പേഴ്സണലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ മക്കളുടെ ഒരു സങ്കടം, രാഷ്ട്രീയക്കാരായ മക്കളുടെ ഒരു വലിയ പരാജയം അച്ഛനോട് കമ്പയർ ചെയ്യുമ്പോൾ അവർ തോറ്റുപോകും. ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടിയുടെ അയലത്ത് വെക്കാവുന്ന ക്വാളിറ്റീസ് ചാണ്ടി ഉമ്മനുണ്ടോ? ഇല്ല, ഒറ്റ നേതാവിനും അതില്ല. മക്കളായിട്ട് വരുന്ന ഒരാൾക്ക് കരുണാകരന്റെ ക്വാളിറ്റി നമ്മൾ മുരളീധരനെ കാണാൻ പറ്റില്ല. അത് ഞാനത് ശരിക്കും സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. ലോകത്തിലെ എല്ലാ രാഷ്ട്രീയത്തിൽ ഈ മക്കൾ രാഷ്ട്രീയം വരുമ്പോൾ ആ കഴിവുകളില്ല. കരുണാനിധിയുടെ അത്രയും സ്റ്റാലിനുണ്ടോ? ഇല്ല, ഒരിടത്തും പിന്നെ അത് കാണാൻ കഴിയില്ല. ഡോക്ടർ MK മുനീർ എപ്പോഴും ഒരു ആത്മാലാപം പോലെ തുറന്നു പറയാറുണ്ട്, എന്റെ ഏറ്റവും വലിയ പരാജയം ആളുകൾ എന്നെ എന്റെ പിതാവിനോട് ആ നിഴലാണ്, അച്ഛന്റെ നിഴലാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്ത് പറയാറുണ്ട്, എന്നെ പിതാവിനോട് കമ്പയർ ചെയ്യുന്നതാണ് എന്റെ പരാജയം. കാരണം ഒരിക്കലും അച്ഛനാവാൻ കഴിയില്ലല്ലോ. കറക്റ്റ്. അതുപോലെ ഏറ്റവും ഒടുവിൽ നടന്ന കാര്യം നീരസം പ്രകടിപ്പിച്ചു അദ്ദേഹം. ഈ ചാണ്ടി ഉമ്മൻ പ്രകടിപ്പിച്ച നീരസത്തിന് പിന്നെ വേണുഗോപാൽ, KC വേണുഗോപാൽ അതിൽ നീരസം പ്രകടിപ്പിച്ചു, അതൃപ്തി പ്രകടിപ്പിച്ചു പരസ്യമായിട്ട് തന്നെ. അത് കോൺഗ്രസിലെ ജനാധിപത്യമാണ്, പല അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞ് ഡിപ്ലോമാറ്റിക്കായിട്ട് ഒഴിവായത് പരസ്യമായിട്ട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF തോറ്റിരിക്കുന്നു എന്ന് പറയാനാണോ ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്ന നിലയിൽ അങ്ങയെ ഈ കേരള രാഷ്ട്രീയം ഇപ്പോൾ പ്രേരിപ്പിക്കുന്നത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അതൊരു റിസ്ക്കാണ്. കാരണം ലാസ്റ്റ് മൈൽ എന്ന് പറയുന്നതാണ് തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനം. ഏറ്റവും ഒടുവിൽ എന്തു സംഭവിക്കും നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണ് ഉണ്ണികൃഷ്ണൻ പ്രശ്നം അതാണ്. അവസാനത്തെ ആഴ്ചയിലെ ട്രെൻഡാണ് തീരുമാനിക്കുന്നത്, അല്ല അത് രാഷ്ട്രീയ ബോധ്യമല്ല പെട്ടെന്നുണ്ടാവുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനേക്കാൾ നല്ല ഒരു പ്രതിപക്ഷമായിട്ട് തീർന്നിട്ടുണ്ട് വാസ്തവത്തിൽ. ആ ഇഷ്യൂ ശബരിമല എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു അയ്യപ്പൻ ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു, കോൺഗ്രസിൻ്റെ കൂടെ. പക്ഷേ നമ്മൾ പണ്ട് കേട്ട കഥ പോലെ ശിവൻ
അതുവഴി പോകുന്ന പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കട്ടെ, പാവമല്ലേ എന്ന് പാർവതി പറഞ്ഞതനുസരിച്ച് ശിവൻ എന്ത് ചെയ്തു? സ്വർണ്ണക്കട്ടി ഈ പാവപ്പെട്ടവൻ പോകുന്ന വഴിയിൽ കൈലാസത്തിൽ നിന്ന് എറിഞ്ഞിട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? പുള്ളിക്കാരൻ ഇങ്ങനെ പോയോ, എന്നും പട്ടിണിയാണ്, ഞാനിവിടെ എല്ലാം നോക്കുക, എനിക്കൊന്നും കിട്ടുന്നില്ല, എന്നാൽ ഇന്ന് കണ്ണും അടച്ചങ്ങ് പോയേക്കാമെന്നും പറഞ്ഞിട്ട് ആ സ്വർണ്ണക്കട്ടിയെ കവിച്ച് വെച്ച് നടന്നു പോകും. അപ്പോൾ ശിവൻ പാർവതിയോട് പറഞ്ഞു, കണ്ടോടി, ഞാൻ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, വിധിയില്ല, അങ്ങനെയാണ് ഓടിയപ്പോൾ നമ്മളതങ്ങ് സഹിക്കുക, അല്ല രക്ഷയില്ല. ഏതായാലും UDF സ്വയം തോൽക്കാൻ തീരുമാനിച്ചാൽ ആർക്കും അവരെ രക്ഷിക്കാൻ പറ്റില്ല, ദൈവത്തിന് പോലും, സാക്ഷാൽ പരമശിവന് പോലും. സത്യം. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.